എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആൻഡ് ഈസ്റ്റർ ആശംസകൾ. ഇന്ന് ചെയ്യുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു വിഷു സ്പെഷ്യൽ പാലട പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പായസത്തിലേക്കുള്ള അടയൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഏകദേശം 2 ലിറ്റർ വെള്ളം സ്റ്റവിലൊന്ന് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അടയിട്ട് കൊടുക്കാം. 200 ഗ്രാം ചെറിയ അടയാണ് എടുത്തിരിക്കുന്നത്. അട വേവിക്കുന്നതിന് മുമ്പായിട്ട് കഴുകേണ്ട ആവശ്യമില്ല. വെന്തതിന് ശേഷം 1-2 തവണ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താലും മതിയാവും. അട തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അട പാകത്തിനൊന്ന് വെന്ത് കിട്ടിക്കോളും. അടയൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ചുവട് കട്ടിയുള്ളൊരു പാത്രം ഇതുപോലെ സ്റ്റവിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് പാലും വെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം. 200 ഗ്രാം അടയ്ക്ക് 3 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൈ എടുക്കാതെ തന്നെ നന്നായി ഇളക്കി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൈ എടുക്കാതെ നന്നായി ഇളക്കി പാലൊന്ന് പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. 200 ഗ്രാം അടയ്ക്ക് 450 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര നമുക്ക് 3 തവണയായി പാലിലേക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആദ്യത്തെ 1/3 ഭാഗം പഞ്ചസാര പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാര പാലിൽ അലിഞ്ഞ് കിട്ടും വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത പഞ്ചസാര പാലിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 1/3 ഭാഗം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ രണ്ടാമത് ചേർത്ത പഞ്ചസാരയും നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി പാലിലേക്ക് ചേർത്തൊന്ന് അലിയിപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് കുറച്ചധികം സമയം കൈയെടുക്കാതെ നന്നായി ഇളക്കി പാല് 2 ഭാഗമായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാല് നന്നായിട്ട് കുറുകി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുത്താൽ മാത്രമേ പാൽ ഇതുപോലെ നന്നായി കളറൊക്കെ മാറി കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ഇത്രയധികം സമയം കൈയെടുക്കാതെ ഇളക്കി പായസം തയ്യാറാക്കിയെടുക്കാൻ സമയമില്ലാത്തവർക്ക് പ്രഷർ കുക്കറിൽ പിങ്ക് പാലട പായസം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ പഞ്ചസാര പാലിലേക്ക് ഒന്ന് അലിയിപ്പിച്ചെടുത്ത ശേഷം പ്രഷർ കുക്കർ ടൈറ്റായി മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 1 മണിക്കൂർ വച്ചാൽ പാൽ ഇതുപോലെ നന്നായി കുറുക്കി കളറൊക്കെ മാറി കിട്ടും. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പാല് കുറുക്കി പിങ്ക് പാലട പായസം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്നാലും ഇതുപോലെ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുമ്പോൾ പായസത്തിന് രുചി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പാലെല്ലാം നന്നായിട്ട് ഇതുപോലെ കുറുകി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. വേവിച്ച അട 2 തവണ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പായസത്തിന് രുചി കൂടാനായിട്ട് കഴുകിയെടുത്ത ശേഷം നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അട ചേർത്ത് കൊടുത്തതിന് ശേഷം പാൽ ഒന്നുകൂടി കുറുകി അടയും പാലും നന്നായിട്ടൊന്ന് യോജിച്ച് പായസം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കൈയെടുക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൂടി കൂടിയ ഫ്ലെയിമിൽ ഇതുപോലെ കൈയെടുക്കാതെ തന്നെ നന്നായി ഇളക്കി പാൽ ഒന്നുകൂടി കുറുകി അടയും പാലുമായിട്ട് നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് ബട്ടർ ചേർത്താലും മതിയാവും. അങ്ങനെ ബട്ടർ ചേർക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. സാധാരണ സദ്യ സ്റ്റൈൽ പാലട പായസത്തിൽ കാഷ്യൂം കിസ്മിസൊന്നും ഫ്രൈ ചെയ്ത് ചേർക്കാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും പായസം ഒന്നുകൂടി കുറുകി അട പായസത്തിലേക്ക് നന്നായി യോജിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ നന്നായി കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലട പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതിയാവും. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്